നമ്മളിന്ന് ഒരു ഹർത്താൽ ദിനമാണ്. ഇന്നൊരു ഹർത്താൽ ദിനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ ഉള്ള ഹർത്താലിനുള്ള ഒരു തയ്യാറെടുപ്പ് സാധാരണ ആരും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഹർത്താൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഹർത്താലാണ് എന്ന രീതിയിലുള്ള ഒരു ടോക്കാണ് എല്ലായിടത്തു നിന്ന് ഉയർന്നു വന്നിരുന്നത്. പക്ഷേ അങ്ങനെ അല്ല. ഈ ഹർത്താൽ ശരിയായ ഹർത്താലായി തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ഈർക്കിലി പാർട്ടി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. പക്ഷേ കേരളത്തിൽ ഏതോ ഒരു ഈർക്കിലി പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ച ഒരു ദിവസം മുഴുവൻ അടഞ്ഞു ആരും പുറത്തിറങ്ങിയില്ല. ഈ ഹർത്താൽ പ്രഖ്യാപിച്ചവനെയും കണ്ടില്ല. പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഈർക്കിലി പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചാൽ വീടിന് വെളിയിൽ ഇറങ്ങാതെ വീട്ടിൽ ആഘോഷമായിട്ടിരിക്കുന്ന ആൾക്കാർ, ദളിത് സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ഇവരുടെ പൗരബോധം ഉണരുകയാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും എല്ലാം ഇപ്പം പ്രതികരിക്കുകയാണ്. അതിൽ ശരിയായില്ല എന്നുള്ള ഈ ഹർത്താൽ നടത്താൻ എന്താണ് ഇങ്ങനെ നടത്തുന്നത് എന്നുള്ള രീതിയിൽ പലരും ചോദിക്കുന്നുണ്ട്. ഹർത്താൽ ആരാഹ്വാനം ചെയ്ത ഹർത്താൽ തന്നെയാണ്. നമ്മൾ ഹർത്താലിനെ അനുകൂലിക്കുന്നില്ല. ഹർത്താൽ എന്ന് പറഞ്ഞ സമര രീതിയോടെ നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഈ ആളും തരം നോക്കി ഹർത്താലിന് നമ്മൾ പുറത്തിറങ്ങുക അല്ലെങ്കിൽ ഹർത്താലിനെ അനുകൂലിക്കുക പ്രതികൂലിക്കുക എന്നുള്ള രീതി അത്ര ശരിയായ നടപടിയല്ല. കാരണം ദളിത് ഹർത്താലിനെ വില കുറച്ച് കാണുന്ന ഒരു അവസ്ഥയാണ്. ഇത് ആദ്യത്തെ ഒരു അനുഭവമല്ല. ഇതിന് മുമ്പും ഇത് ഉണ്ടായിട്ടുണ്ട്. മുമ്പും ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിനെതിരെ വ്യാപകമായ ഇപ്പോൾ നമ്മൾ പറയുന്നു ഒന്നും വേണ്ട. ഇതിപ്പോൾ ശരിക്കും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് അന്വേഷണം കാര്യക്ഷമമായി അല്ല, ഡോക്ടർ റാം എന്ന് പറയുന്ന പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഉള്ള ഒരു അയാളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഹർത്താൽ നടക്കുന്നത്. സംസ്ഥാനം തന്നെ വിട്ടുപോയി എന്ന് പറയപ്പെടുന്നത്. അതിനെ തടയാൻ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അതെ. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു ദളിത് സംഘടനയ്ക്ക് ഈ നാട്ടിൽ ഹർത്താൽ നടത്താനും പ്രതിഷേധിക്കാനും അനുവാദമില്ലേ, അവകാശമില്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മളെ നാട്ടിലെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആളുകളൊക്കെ തന്നെ എല്ലാ സോഷ്യലിസവും പ്രസംഗിക്കുമ്പോഴും എപ്പോഴും ദളിത് വിഭാഗങ്ങളെ മാറ്റി നിർത്താനുള്ള പ്രവണത തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അത് ഹർത്താലെന്ന് മാത്രമല്ല, ഏത് മേഖലയിലും അവരെ ഇപ്പോഴും രണ്ടാം തരം പൗരന്മാരെ കാണുകയും ഇവരെ മുഖ്യധാരയുമായി ഒരു ബന്ധമില്ലാത്ത കുറേ ആളുകളാണ് എന്ന രീതിയിൽ കണക്കാക്കാനുമാണ് നമ്മുടെ നാട്ടിലെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ സമരം, ഈ ഹർത്താൽ മിക്കയിടത്തും ചെറിയ സംഘർഷത്തിലേക്ക് വരുന്നുണ്ട്. കാരണം ദളിത് സംഘടനയുടെ പ്രവർത്തകർ ഇറങ്ങി കടകൾ അടപ്പിക്കുന്നുണ്ട്. നമ്മുടെ തമ്പാനൂരുണ്ട്, കഴക്കൂട്ടത്തൊക്കെ പിന്നെ അവർ വണ്ടി തടഞ്ഞു, വഴി മുഴുവൻ ബ്ലോക്കാണ്, ബസ് തടഞ്ഞു. അപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബസ്സാണ്. പത്തനംതിട്ടയിലും കോഴിക്കോട്ടും തിരുവല്ലയിലും ഒക്കെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ അവർ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇന്നലെയാണ് സത്യത്തിൽ ഈ ഹർത്താൽ ഇവർ പ്രഖ്യാപിച്ചിട്ട് കുറേ ദിവസമായി. ഇന്നലെയാണ് ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇങ്ങനൊരു വാർത്ത, ഇന്ന് പോലും പല മാധ്യമങ്ങളും ഉൾപേജിൽ, പ്രിന്റ് അച്ചടി മാധ്യമങ്ങൾ ഉൾപേജിൽ സിംഗിൾ കോളം വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ഒരു പതിവായിട്ട് കുറച്ച് ആചാരങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന ഹർത്താൽ പ്രഖ്യാപിച്ചാൽ നമുക്ക് പത്രക്കാർക്ക് വലിയ സന്തോഷം. നമ്മൾ പ്രിന്റ് മീഡിയ ജോലി ചെയ്യുന്ന സമയത്ത് ചേട്ടൻ അറിയാമല്ലോ, കാരണം നമ്മൾ രാവിലെ ഡെസ്ക് തുടങ്ങും. സാധാരണ രാത്രി 7 മണിക്ക് തുടങ്ങുന്ന ഡെസ്ക് രാവിലെ 9 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ 2 മണിയാകുമ്പോൾ ഡെസ്ക് ക്ലോസ് ചെയ്യും. റിപ്പോർട്ടർമാരൊക്കെ 1 മണിയാകുമ്പോഴേ വീട്ടിൽ പോകും. കാരണം ഇനി വാർത്തകളൊന്നുമില്ല. 5 മണിയാകുമ്പോൾ പ്രിന്റ് ചെയ്യും. 6 മണിയാകുമ്പോഴത്തേക്ക് പത്രങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കും. അപ്പോൾ അന്ന് നമുക്ക് ഹർത്താൽ ദിനത്തിലല്ലേ സന്തോഷം, ഹർത്താലിൻ്റെ തലേന്നാണ് സന്തോഷം. അപ്പം അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, പത്രത്തിൻ്റെ ആണെങ്കിൽ ഫ്രണ്ട് പേജിൽ നമ്മളൊരു കോളത്തിലൊരു അറിയിപ്പ് കൊടുക്കും. ഹർത്താൽ മൂലം പത്രം നേരത്തെ അടിച്ചതിനാൽ വൈകി കിട്ടിയ വാർത്തകൾ ഉൾപ്പെടെ ചേർക്കാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു നാട്ടു നടപ്പ്. എന്നാൽ ഇന്നത്തെ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഹർത്താൽ കാരണം പത്രം നേരത്തെ അടിച്ചതാണ്, അതുകൊണ്ട് വാർത്തകൾ വാർത്തകൾ ഇല്ലാന്നുണ്ടോ? ഇല്ല. അപ്പോൾ CPM അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടി, ഒന്ന് അല്ലെങ്കിൽ LDF or UDF അല്ലെങ്കിൽ NDA പ്രബല സമുദായ സംഘടനയാണ് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ഇതല്ല അവസ്ഥ. ഈ ഹർത്താൽ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അന്ന് തലേന്ന് പത്രം നേരത്തെ അടിക്കും, ഈ പറയുന്ന മുന്നറിയിപ്പ് വരും, ഒരാഴ്ച മുമ്പ് തൊട്ട് വാർത്തകൾ വരും, പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വാർത്തകൾ വരും. ഇന്ന സംഘടന പ്രഖ്യാപിച്ച ഹർത്താൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഇതെല്ലാം വരും. പക്ഷേ ഈ ദളിത് സംഘടന ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ്. KPMS പോലുള്ള സംഘടനകൾ വിട്ടു നിൽക്കുന്നതായിട്ട് ഇടയ്ക്ക് എന്തോ ഒരു വാർത്തകൾ കണ്ടിരുന്നു, എവിടെയൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ ബാക്കി അതിൻ്റെ പ്രധാനപ്പെട്ട ദളിത് സംഘടനകളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? അപ്പോൾ ഇപ്പം നിലവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ ദളിത് സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ ഇന്നലെ വ്യാപാരി വ്യവസായികൾ പറയുന്നു, ഞങ്ങൾ കട തുറക്കും,
ഞങ്ങൾക്ക് ഈ ഹർത്താലിനോട് താല്പര്യമില്ല. അതിലൊക്കെ ഉപരി അവരുടെ ഒരു വലിയ നിരീക്ഷണം കണ്ടായിരുന്നു. അന്വേഷണം വളരെ കൃത്യമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കട തുറക്കും. ആ അന്വേഷണം കൃത്യമായിട്ട് നടക്കുകയാണോ അല്ലയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അതെ, അതായത് വ്യാപാരി വ്യവസായികളാണ് ഇവിടുത്തെ സർക്കാരും എന്താ പറയുന്നത് DGP അടക്കമുള്ളവർ. അവർ വ്യാപാരി വ്യവസായ എന്തൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ പറയാണ് അന്വേഷണം കൃത്യമായി പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ കട തുറക്കും. ഞങ്ങൾ കട തുറക്കും എന്ന് അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സംഘടനകൾ ശക്തമായി ഇറങ്ങി കടകൾ അടപ്പിക്കുന്നത്. എന്നാ നീയൊക്കെ ഇന്ന് കട തുറക്ക് എന്ന് തന്നെ അവർ ചോദിച്ചു. എന്നിട്ട് അവർ ചോദിക്കുന്നു, ഈ സംഘടനയുടെ നേതാക്കൾ ചോദിച്ചു, ഈ അന്വേഷണം കൃത്യമായി നടക്കുമെന്ന് പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ സർക്കാരാണോ? നിങ്ങൾ പോലീസാണോ? നിങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആൾക്കാരാണോ? ഒന്നുമല്ല. അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്ന് പറയും. നമ്മൾ പറയുന്നത് ഹർത്താൽ എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായ ഒരു സമര രീതിയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ മുന്നൽ ഹർത്താൽ നടന്നിട്ടുണ്ട്. ബന്ദ് അത് പ്രാകൃതമായ ഒരു സമര രീതിയാണ്. അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു സംഭവമല്ല. ഇതൊക്കെ പിൻവലിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. കാരണം കേരളം പോലും സംസ്ഥാനത്ത് മാത്രമാണ് ഈ ഹർത്താലുകൾ. ദേശീയ പണിമുടക്കിന് പ്രഖ്യാപിക്കുമ്പോൾ പോലും കേരളത്തിന് മാത്രമേ ദേശീയ പണിമുടക്കുള്ളൂ. ബാക്കി ഒരു സംസ്ഥാനത്തും ഇല്ല. കളിക്കോള കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ ഹർത്താലിനോടുള്ള എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം, ഹർത്താൽ നടത്തുമ്പോൾ ഒരു സംഘടന CPM ഉം BJP കോൺഗ്രസും ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് കടയടയ്ക്കാൻ അറിയാം, നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ അറിയാം, നിങ്ങൾക്ക് വാഹനം നിരത്തിൽ ഇറക്കാതിരിക്കാൻ അറിയാം. പക്ഷേ ദളിത് സംഘടനകൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങും, നിങ്ങളെല്ലാവരും കടകൾ തുറക്കും, നിങ്ങളെല്ലാവരും വാഹനം നിരത്തിലിറക്കും. നിങ്ങൾ ഈ ഹർത്താലിനെ വളരെ പുച്ഛത്തോടെയും വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുമാണ് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ വിപ്ലവം പ്രസംഗിക്കുന്ന പുരോഗമനം പറയുന്നവരൊക്കെ തന്നെ ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. ദളിതരോടുള്ള അവരുടെ ഒരു നിലപാട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ചീഫ് സെക്രട്ടറി ഗ്രേഡിലുള്ള IAS ഉദ്യോഗസ്ഥനായിരുന്നു CT സുകുമാരൻ. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് എന്ത് അന്വേഷണം നടത്തി നാട്ടിൽ? ഇപ്പം നമ്മുടെ നാട്ടിൽ പല ദളിത് സംഘടനകളും അന്ന് സമരരംഗത്തെത്തി. ചോദ്യം പോലും ഇല്ല. അദ്ദേഹം IAS കൺഫർ ചെയ്ത ആളല്ല, അദ്ദേഹം പരീക്ഷ ഡയറക്റ്റ് IAS കിട്ടിയ ആളാണ്. എന്നിട്ട് പോലും ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആളില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ എത്രയോ പേര് എന്തിന് നമ്മുടെ അവിടെ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു SI സോമൻ, പാനൂരിലെ അദ്ദേഹം വെടിയേറ്റ് മരിച്ച സംഭവം. അതിലവസാനം പ്രതികൾ വെറുതെ വിടുകയായിരുന്നു കോടതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലെ ഈ ദളിതരോടുള്ള നമ്മുടെ ഈ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഭരണവർഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെയും പലരുടെയും ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഈ ഇപ്പം വിശാഖം പറഞ്ഞതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് മുമ്പ് ഇതുപോലൊരു തവണ ഇതുപോലെ ദളിത് സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചു. അവർ ഹർത്താൽ പ്രഖ്യാപിച്ച സമയത്ത് ഇതേപോലെ സമാനമായ രീതിയിൽ വ്യാപാരി വ്യവസായികളും മറ്റുള്ളവരും ഞങ്ങൾ ഹർത്താലിനെ എതിർക്കുന്നു, ഞങ്ങൾ ഈ ഹർത്താലിൽ കട തുറക്കും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മംഗളത്തിൻ്റെ ലേഖകനാണ്. ഞാൻ അന്നേരം തന്നെ എനിക്കപ്പം തന്നെ തോന്നി, ഇത് ശരിയല്ലല്ലോ. നമ്മൾ ഹർത്താലിന് എതിരായിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ എല്ലാത്തരം ഹർത്താലിനെയും നമ്മൾ എതിർക്കുന്നുണ്ട്. എന്നാൽ ഒരു ഹർത്താലിനെ മാത്രമല്ല നമ്മൾ എതിർക്കുന്നത്. ഇപ്പം ദളിത് ഹർത്താലിനെ മാത്രമല്ല, നമ്മൾ എല്ലാ ഹർത്താലിനെയും എതിർക്കുന്നതാണ്. അതെ. പക്ഷെ ഇവിടെ ഇവർക്ക് ദളിതരുടെ ഹർത്താൽ വന്നപ്പോൾ എതിർക്കപ്പെടേണ്ടതാണോ? അപ്പം ഞാനപ്പോൾ തന്നെ ഈ ശ്രീരാമൻ കൊയ്യോനെ പോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ മറ്റേ CK ജാനുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗീതാനന്ദനെയൊക്കെ ഫോണിൽ വിളിച്ച് അവരുടെയൊക്കെ പ്രതികരണം എടുത്തുകൊണ്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു, 1-ാം പേജിൽ. അത് കൃത്യമായ ഒരു ആശയമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ്. എന്തിന് നിങ്ങൾ ദളിത് ഹർത്താലിനോട് അയിത്തം കാണിക്കുന്നു? ഹർത്താൽ നിങ്ങൾ എതിർക്കുമ്പോൾ എല്ലാവർക്കും CPM പ്രഖ്യാപിക്കുന്ന ഹർത്താൽ നിങ്ങൾ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചല്ലോ കഴിഞ്ഞ 2 മാസം മുമ്പ്. എന്തുകൊണ്ട് നിങ്ങൾ വ്യാപാരികൾ കട തുറങ്ങാൻ റെഡിയായില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ കട തുറക്കാതിരുന്നത്? ദേശീയ പണിമുടക്ക് അനാവശ്യമായിരുന്നു എന്ന അഭിപ്രായക്കാർ നിരവധിയുണ്ട്. എല്ലാ വ്യാപാരികൾക്കും ഇത് അഭിപ്രായമുണ്ട്. നമുക്കറിയാം നിങ്ങളെയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പരസ്യ പ്രസ്താവന ഒരു സംഘടന നടത്തുമ്പോൾ, ഈ ഒരു ഹർത്താലിന് നടത്തുമ്പോൾ അവരോട് മാത്രം നിങ്ങൾ വിവേചനം കാണിക്കുകയും മറ്റുള്ളവർ വരുമ്പോൾ നിങ്ങൾ പേടിച്ച് ഭയന്ന് നിങ്ങൾ കടയ്ക്ക് ഷട്ടർ ഇടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ഈ ക്രമസമാധാനം നോക്കേണ്ട പോലീസ് എല്ലാവരും തന്നെ അവർ ഇന്നലെ മുതൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇന്ന് രാവിലെ അല്ല ഇറങ്ങിയിട്ട് പിന്നെ എന്താണെന്ന് അന്വേഷിക്കുക. പോലീസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇന്നിപ്പം സത്യത്തിൽ നമുക്ക് വളരെ ദയനീയമാണ്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്താ പറയുന്നത്, എൻട്രൻസ് എഴുതാൻ അതിന്റെ എൻട്രൻസ് എഴുതാൻ പോയ കുട്ടികളടക്കം വഴി കിടക്കപ്പെട്ടു. കാരണം അവരാരും ഈ ഹർത്താലിനെ ഇത്ര കാര്യമായിട്ട് കണ്ടില്ല. ഇന്നലത്തെ ഈ വ്യാപാരികളുടെ ഒറ്റ പ്രസ്താവന കാരണമാണ് ഈ ഹർത്താൽ ഇത്രയും രൂക്ഷമായത്. ഈ സംഘടനകൾ റോഡിലിറങ്ങിയത്, അവർ വാഹനങ്ങൾ തടഞ്ഞത്, അവര് പലർക്കും ടെസ്റ്റ് എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഉണ്ടായിരുന്നത്. പലരും അറിയാതെ നേരത്തെ പുറപ്പെട്ടത്. അവരൊക്കെ വന്നവരൊക്കെ തന്നെ കഴക്കൂട്ടത്തൊക്കെ ഭയങ്കര ബ്ലോക്കാണ് റോഡ്. ഇപ്പോഴും ഇത് ബ്ലോക്ക് മാറിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ വേറെ പറയേണ്ട കാര്യമുണ്ട്. CPM പോലെയുള്ള സംഘടനകൾ, ദളിത് സ്നേഹം വഴിഞ്ഞൊഴുകുന്ന സംഘടനകൾ, ആദിവാസി ദളിത് സ്നേഹം
വഴിഞ്ഞൊഴുകുന്ന ഈ സംഘടനകൾ പോലും ഇത്തരം ഹർത്താലുകളെ എതിർക്കുകയാണ്. അതെ, കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം കൊടി പിടിച്ചാൽ മതി, നിങ്ങൾ സ്വന്തമായിട്ട് കൊടി പിടിക്കേണ്ട എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഇവർ ഞങ്ങളുടെ കാണിക്കുന്നത്. പ്രസ്ഥാനത്തിൻ്റെ വിറക് കെട്ടിയിലും വെള്ളം കോരിവാരും നിങ്ങൾ ഇരുന്നാൽ മതി, ബാക്കി ഞങ്ങൾ ഇത് ചെയ്തോളാം എന്നുള്ളതാണ്. എന്താണെങ്കിലും ശരി, കേരള സമൂഹത്തിൽ ഇങ്ങനൊരു വിവേചനം വളരെ ശക്തമായി നിലനിൽക്കുന്നു. അത് വളരെ വ്യക്തമാണ്. ഇന്നത്തെ ഹർത്താലോടുകൂടി അത് ഒന്നുകൂടി അടിവരയിട്ട് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഹർത്താൽ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, പക്ഷേ ഹർത്താൽ ആര് അതെ, നടത്തുന്നു എന്നുള്ളതിനെ നമ്മുടെ ആശയം ഇതാണ്. അതെ, ഒരു ഹർത്താലിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, പക്ഷേ ഹർത്താലുകളെ എല്ലാം നിങ്ങൾ എതിർക്കണം, ഒന്നിനെ മാത്രം എതിർക്കരുത്. നിങ്ങൾ ദളിതന്റെ ഹർത്താലിനെ മാത്രം എതിർത്താൽ പോരാ. നിങ്ങൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും ഇവിടുത്തെ മറ്റ് സമുദായ സംഘടനകളുടെയും പ്രഖ്യാപിക്കുന്ന ഹർത്താലിനെ നിങ്ങൾ എതിർക്കണം. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം.